ഇന്ന് 24 ഡിസംബർ ആണ്. ഇവിടെ ഒന്നും ആരും ഇല്ല. നമ്മൾ ബുഡാപെസ്റ്റ് വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു കേട്ടോ. കടകളും ഷോപ്സും പിന്നെ ഇങ്ങനെ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ മോസ്റ്റ്ലി ക്ലോസ്ഡ് ആണ്. പിന്നെ ക്രൂസും ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സൊക്കെ ഉണ്ട്, സിറ്റി ടൂറൊക്കെ ഉണ്ട്. പക്ഷേ കടകളെല്ലാം ക്ലോസ്ഡ് ആണ്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ സെൻട്രൽ സിറ്റി മാർക്കറ്റിലാണ്. The Great Market Hall or the Central Market Hall in Budapest is the largest and the oldest indoor market. In 1860, when this market was formed by the mayor of that time, had one objective in his mind. ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ പബ്ലിക്കിന്. അതൊരു നല്ല ഡിസിഷനായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ കച്ചവടക്കാരുടെയും ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് അവിടെ പബ്ലിക്കിന് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത്. ഈ കാണുന്ന സ്റ്റാച്ചു അന്നത്തെ മേയറായിട്ടുള്ള കാരോൾ കാമറിൻ്റെ ആണ്. ഇയാളാണ് ഈ മാർക്കറ്റിൻ്റെ കൺസ്ട്രക്ഷനും പ്ലാനിങ്ങും ഒക്കെ ചെയ്തത്. അയാളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ സ്റ്റാച്ചു അവിടെ സ്ഥാപിച്ചേക്കുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിനുള്ളിൽ കിട്ടും. ഇതൊരു 3 ഫ്ലോറായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ബുഡാപെസ്റ്റിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റും കൂടാണ് സെൻട്രൽ മാർക്കറ്റ്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഫിഷർമാൻ ബാസ്റ്റിനും ബുഡാപെസ്റ്റ് കാസലും കേട്ടോ. ഇത് രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഒരേ ട്രിപ്പിൽ രണ്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമുക്ക് ബുഡാപെസ്റ്റ് കാസലിൽ പല വേയിൽ എത്താൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഗൈഡഡ് ടൂറായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. €12 പെർ അഡൽട്ട് ആയിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് ഫിനിക്കുലർ റൈഡ്. ഇതൊരു കേബിൾ കാർ മാതിരിയാട്ടോ. ഇതിൽ കയറിയാൽ നമുക്ക് ഡയറക്റ്റ് കാസലിലോട്ടുള്ള എൻട്രിയും കിട്ടും. പക്ഷെ ഞങ്ങൾ വാനാണ് പ്രിഫർ ചെയ്ത്. ഗൈഡഡ് ടൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഗൈഡ് ഓരോ സ്ഥലത്തെത്തുമ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്നുണ്ടായിരുന്നു. ഈ റൈഡിലാണ് ഞങ്ങൾ ഫിഷർമാൻ ബാസ്റ്റനിലോട്ട് പോകുന്നത്. അവിടുന്ന് ഒരു 15 മിനിറ്റ്സ് നടന്നു കഴിഞ്ഞാൽ കാസലിലോട്ടും എത്താൻ പറ്റും. ഫിഷർമാൻ ബാസ്റ്റനിലോട്ട് കയറി കഴിഞ്ഞപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് സ്റ്റെപ്പിംഗ് ഇൻ ടു എ ഫെയറി ടെയിൽ. അതിൻ്റെ എലിഗൻ്റ് ആയിട്ടുള്ള ടവേഴ്സും പിന്നെ ആർച്ചസും ഒക്കെ നമ്മളെ പഴയ കാലത്തെ കാസലിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീൽ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടത് ഒരു പെനോറമിക് വ്യൂ ആയിരുന്നു കേട്ടോ. ഈവനിങ് വ്യൂ ആയിരിക്കും ഒന്നുകൂടെ അടിപൊളി കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ പെനോറമിക് വ്യൂ ഓഫ് റിവർ ഡാനൂബ്, അതുകൂടാതെ തന്നെ ബുഡാപെസ്റ്റ് പാർലമെൻ്റ് ഒക്കെ ലൈറ്റ് ചെയ്ത് കാണാൻ ഏറ്റവും ഭംഗി ഈവനിങ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ പോയ വിൻ്റർ ആയതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഇച്ചിരി ക്ലൗഡിയും ഫോഗിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ എന്നെയും കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വീഡിയോസും നല്ല വ്യൂ ഒക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. കണ്ടില്ലേ, ആ കാണുന്നതാണ് ബുഡാപെസ്റ്റ് പാർലമെൻറ്റ് ഹൗസ്. രാത്രികളിൽ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. അതിൻ്റെ വീഡിയോയും വരുന്നുണ്ട്, കാണാൻ മറക്കണ്ട. ബുഡാപെസ്റ്റ് സിറ്റിയിലെ അടുത്ത അട്രാക്ഷൻ ആയിരുന്നു മത്തിയാസ് ചർച്ച്. അതും ഈ ബുഡാപെസ്റ്റ് കാസലും ഫിഷർമാൻ ബാസ്റ്റനുള്ളിൽ തന്നെയാണ്. അപ്പോൾ 3 സ്ഥലങ്ങൾ നമുക്ക് വൺ ട്രിപ്പിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ഈഗിൾ, അവിടുത്തെ ഒരു ഈഗിളും മാസ്റ്ററും ഭയങ്കര ഫേമസ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് സെൻറ്റ് മാത്തിയാസ് ചർച്ച്. ഇവിടെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രൗഡ് ഉള്ളതും കൊണ്ട് ഞങ്ങൾ കയറിയില്ല. മേ ബി ക്രിസ്മസ് ഈവ് ആയതുകൊണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ടൂറിസ്റ്റ് വാനിൽ കയറിയിട്ട് സിറ്റിയിലോട്ട് പോയി. ഈ വാൻ നമ്മളെ മേളിൽ ഹില്ലിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് സിറ്റിയിൽ ഡ്രോപ്പും ചെയ്യും. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ബുഡാപെസ്റ്റിലെ ഫേമസ് ആയിട്ടുള്ള സെസ്റ്റ് ജിയാനിയ ചെയിൻ ബ്രിഡ്ജ്. ഞാൻ പ്രൊനൗൺസ് ചെയ്ത് ശരിയാണോ എന്ന് അറിയത്തില്ല, ഹംഗേറിയൻ വേർഡാണ് കേട്ടോ. ഇതൊരു ചെയിൻ ബ്രിഡ്ജാണ് റിവർ ഡാനൂബിൻ്റെ മേളിൽ ബുഡ ആൻഡ് പെസ്റ്റിനെ കണക്ട് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുള്ള ഫോട്ടോ ക്രേസി പീപ്പിളിന് ഇവിടെ വന്ന് നിന്ന് കുറേ നന്നായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും കൂടാണ്. ഓൾറെഡി അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത കാഴ്ച കാണാനായിട്ട് പെസ്റ്റിൽ പോവാണ്. ഇപ്പം ഞങ്ങൾ ബുഡയിലാണ്. ബുഡ അപ്പുറത്തെ, ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബുഡ പഴയ സിറ്റി. ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് പെസ്റ്റ്. അപ്പോൾ
ഞങ്ങളിപ്പം ബെസ്റ്റ് സിറ്റി സെൻറ്ററിലോട്ട് പോവാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പം പോയാലോ? സിറ്റി സെന്ററിലെ അടുത്ത അട്രാക്ഷൻ ആയിരുന്നു മാഡം തുസാഡ്സ്. 50% ഓഫർ ഉണ്ടോണ്ട് ഞങ്ങൾ എല്ലാവരും അതിനകത്ത് ഇടിച്ചു കയറി ഗൈസ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, പോയി കാണണേ. അങ്ങനെ ഡേ 2 ഞങ്ങൾ എൻഡ് ചെയ്തത് ബുഡാപെസ്റ്റിലെ ഫേമസ് ആയിട്ടുള്ള സെന്റ് സ്റ്റീഫൻസ് ബസിലിക്കയിലാണ്. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ആണ് വേൾഡ് ഫേമസ്. ഈ കാണുന്നതാണ് ദി ഫാറ്റ് പോലീസ്മാൻ. ഇയാളുടെ വയറ് നമ്മൾ തടവി കൊടുത്താൽ നമുക്ക് വണ്ണം വെക്കത്തില്ലെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഹംഗേറിയൻ ഫസ്റ്റ് കിങ്ങിന്റെ പേരിലാണ് ഹോണർ ചെയ്തേക്കുന്നത്. യൂറോപ്യൻ ക്രിസ്മസ് മാർക്കറ്റ് വേൾഡിൽ തന്നെ ഫേമസ് ആണ്. ബുഡാപെസ്റ്റിലെ സെന്റ് സ്റ്റീഫൻ ബസിലിക്കയിലെ ക്രിസ്മസ് മാർക്കറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് വിസിറ്റഡ് ക്രിസ്മസ് മാർക്കറ്റ് ആണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റും കൂടെ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നന്നായിട്ട് ക്ഷീണിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം വൈകുന്നേരം ഒരു 3:30-4 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഈ സാൽമൺ ഇങ്ങനെ തീയിൽ ചുട്ടുപൊള്ളുന്നത് കണ്ടത്. ഫേമസ് ആയിട്ടുള്ള സാൽമൺ ആൻഡ് പൊട്ടാറ്റോ ആണ് അവിടുത്തെ ബുഡാപെസ്റ്റ്കാരുടെ ഇഷ്ടപ്പെട്ട വിഭവം. എനിക്ക് ഫിഷ് അങ്ങനെ ഇഷ്ടമല്ല. കുട്ടികളും ശ്രീനേട്ടനും അത് ശരിക്കും എൻജോയ് ചെയ്തു. അതിനുശേഷം ബുഡാപെസ്റ്റിലെ ഫേമസ് ആയിട്ടുള്ള ചിമ്നി കേക്ക് ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ. എനിക്ക് പ്രാഗിലെ ചിമ്നി കേക്കാണ് ഇഷ്ടപ്പെട്ടത്. ഇത് അത്ര പറയത്തക്ക ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. വലിപ്പമുണ്ട് അത്ര തന്നെ. എന്തായാലും ചിമ്നി കേക്കൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടനും അമക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻസും എനേബിൾ ആവും. അങ്ങനെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു അതെല്ലാം പാർട്ട് 3-ലായിരിക്കും ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഗ്ലൂ വൈൻ കുടിക്കാതെ എങ്ങനെയാണ് ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിട്ട് പോകുന്നത്? അതുകൊണ്ട് ലാസ്റ്റ് ഞങ്ങൾ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗ്ലൂ വൈനും മേടിച്ച് കുടിച്ച് വൈകിട്ടത്തേക്ക് ഡിന്നറിനുള്ള സാധനങ്ങൾ പാക്കും ചെയ്തിട്ടാണ് തിരിച്ച് റൂമിലോട്ട് പോയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.